ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ്. ഉത്തരവാദിത്തം നിറവേറ്റാത്തതിൽ വന്ന വീഴ്ചയാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇനിയും മണ്ഡലപൂജ വരാൻ പോകുന്നു. ഇനിയും കൂടുതൽ തീർത്ഥാടകർ വരാൻ പോകുന്ന സമയമാണ്. മകരവിളക്ക് വരാൻ പോകുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ എല്ലാ കാലത്തും ചെയ്യുന്ന സുരക്ഷാ നടപടികളും സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ്. അത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി സുഗമമായി തീർത്ഥാടനം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ശബരിമലയോട് എന്താണ് ഒരു അനീതി ഈ ഗവൺമെന്റ് കാണിക്കുന്നത്? എന്താണ് ശബരിമല തീർത്ഥാടകരോട് ഇവർക്കൊരു അനീതി കാണിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നതെന്ന് എനിക്ക് എത്രയോ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ തീർത്ഥാടനത്തോട് ഗവൺമെന്റ് കാണിക്കേണ്ട ഗൗരവം, ആത്മാർത്ഥത ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു. അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിലും അയ്യപ്പ ദർശനം നടത്താനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ ദൗർഭാഗ്യകരമായി പോയി. ഏതായാലും ഞങ്ങളാരും പോവാതിരുന്നത് നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം MLA-മാര് ഞങ്ങൾ പോവാത്തതിനെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളോട് എങ്ങനെ പെരുമാറുമായിരുന്നു? ശൈലജ ടീച്ചറെ അപമാനിച്ചു. അതുപോലെ ഇപ്പം തോമസ് ചാഴിക്കാടനെ അപമാനിച്ചു. അപ്പം ഞങ്ങളെ പോലുള്ള പ്രതിപക്ഷ MLA-മാര് പോകാതിരുന്നത് എത്ര നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. വാസ്തവത്തിൽ ചാഴിക്കാടൻ പറഞ്ഞത് എന്താ? റബ്ബറിന് 250 രൂപയാക്കണം താങ്ങുവില. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളതാണ്. റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നം ഉൾപ്പെടെയുള്ള കോട്ടയത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത്. എന്ത് തെറ്റാണ്? അപ്പം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതൊന്നും പറയാനുള്ള വേദിയാണ്. പിന്നെ എന്ത് പറയാനാണ് ഈ സദസ്സ്? പ്രതിപക്ഷത്തെ വിമർശിക്കാനാണോ? മറ്റുള്ള ആളുകളെ അപമാനിക്കാനാണോ ഈ സദസ്സ്? ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേയറ്റത്തെ തെറ്റാണ്. വലിയ തെറ്റാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. ചാഴിക്കാടൻ ഒരു പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ റബ്ബർ കർഷകരുടെ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അതിനെ അദ്ദേഹത്തെ ശാസിക്കുകയും ഈ സദസ്സ് ഇതിനു വേണ്ടിയുള്ളതല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സദസ്സ്? എന്തിനു വേണ്ടിയാണ്? പ്രതിപക്ഷത്തെ വിമർശിക്കാനും ഇല്ലാത്ത അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടിയാണോ ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത്? അതുകൊണ്ട് തോമസ് ചാഴിക്കാടൻ MPക്ക് നേരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ശബരിമല വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഡൽഹിയിൽ നടത്തിയ ആവശ്യപ്പെട്ട കാര്യം കേന്ദ്രം ഇടപെടണം എന്നാണ്. അങ്ങനെ ഒരു ആവശ്യം അല്ല, അത് പറഞ്ഞ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സേനയെ കൂടി ശബരിമലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഗുരുതരമായ അലംഭാവമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. മണ്ഡലകാലത്തിന് മുൻപ് ഒരുക്കങ്ങൾ പൂർത്തിയായില്ല. പ്രതിപക്ഷം ബഹളം വെച്ചപ്പോഴാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചതെന്നും ചെന്നിത്തല പറയുകയുണ്ടായി. വേണ്ടത്ര പോലീസ് ഇല്ല, എല്ലാവരും നവകേരള പരിപാടിക്ക് പോയിരിക്കുകയാണെന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. ശബരിമലയിലെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങളില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി.